മാക്രോസ്കോപ്പിക് എക്സാമിനേഷനും മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് CSF ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ സാമ്പിൾ കളക്ഷൻ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ഏതൊക്കെ സാമ്പിൾസ് നോക്കാം. മെയിൻ ആയിട്ട് സാമ്പിൾസ് വരുന്നത് CSF എടുക്കാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാമ്പിൾ. പിന്നെ നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കാം, നാസോഫാരിഞ്ചൽ സ്വാബ്സും ഈവൻ യൂറിൻ വരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് CSF സാമ്പിൾ കളക്ഷൻ ആണ്. CSF നമ്മൾ കളക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കെയർ എടുത്തിട്ടാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കളക്ട് ചെയ്യുന്ന മെത്തേഡ് പറയുന്ന പേരാണ് സ്പൈനൽ ടാപ്പ് ടെക്നിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സ്പൈനൽ ടാപ്പ് ടെക്നിക് പെർഫോം ചെയ്യുന്നത് നമ്മളായിരിക്കില്ല, ഒരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കർ ആയിരിക്കും. അവരെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ്, നല്ല ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സേഴ്സ് ആയിരിക്കും മെയിനായിട്ട് CSF സാമ്പിൾ കളക്ട് ചെയ്യുക. മെയിനായിട്ട് ഡോക്ടേഴ്സ് തന്നെയാണ് എടുക്കാറുള്ളത്. ഓക്കെ, നമുക്ക് അതേപറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്പൈനൽ ടാപ്പ് ടെക്നിക് ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ബെഞ്ച് കിടത്തും. എന്നിട്ട് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ മുട്ടുംകാൽ രണ്ടും നല്ലപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ബെൻഡായിട്ട് കിടക്കാൻ വേണ്ടി പറയും. അങ്ങനെ ബെൻഡായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ലോവർ ബാക്ക് ഉണ്ടാവും. ഈ ലോവർ ബാക്കിന് നല്ലൊരു ആർച്ച് രീതി കിട്ടും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെർട്ടിബ്രെ, നല്ല ലുംബാർ വെർട്ടിബ്രെ നല്ല രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതേ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ലുംബാർ സ്പൈനിന് ചുറ്റും നമ്മൾ നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാക്കി സാമ്പിൾ എടുക്കുന്ന പോലെയുള്ള CSF സാമ്പിൾ ഈസ് ഹൈലി പ്രഷ്യസ് ആണ്. ഒന്നാമത് വളരെ ലെസ് വോളിയം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയയിൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ നോർമലി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽട്ടിന്റെ കേസിൽ ഇൻ ബിറ്റ്വീൻ L3 ആൻഡ് L4 വെർട്ടിബ്രേനും, ദെൻ ചിൽഡ്രൻസിന്റെ കേസിൽ L4 L5ന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നല്ല പാൽപ്പേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് കാണാം. ദെൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പൈനൽ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നീഡിലൊന്നല്ല, സ്പൈനൽ നീഡിൽ വേറെ തന്നെ ഉണ്ട്. ആ സ്പൈനൽ നീഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു L4 L5 അല്ലെങ്കിൽ L3 L4ന്റെ ആ ഒരു വെർട്ടിബ്രയുടെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്പൈനൽ നീഡിൽ അങ്ങ് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ CSF സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ആ ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ നീഡിലായിരിക്കും. ആ ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. ഇത് നമ്മൾ സാമ്പിൾ എടുക്കുന്ന സമയത്ത് 2-3 ആൾക്കാർ വേണം. ഒരു ഡോക്ടറാണ് സാമ്പിൾ എടുക്കുക. ദെൻ 2 ആൾക്കാർ എന്ത് ചെയ്യും, കാല് നല്ലപോലെ പിടിച്ചു വെക്കും. വേറെ 2 ആൾക്കാർ ഷോൾഡർ നല്ലപോലെ പിടിച്ചു വെക്കും. ആളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ആളാണ് നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് കിടക്കുകയൊക്കെ ചെയ്യുക. ഇത് ഡോക്ടേഴ്സ് അങ്ങ് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് എന്താണ്, എന്നിട്ടാണ് സാമ്പിൾ എടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 to 5 ml മാത്രമേ എടുക്കാവൂ സാമ്പിൾസ്. നമ്മൾ ഒരിക്കലും ലാർജർ വോളിയം നമ്മൾ ഒരിക്കലും സാമ്പിൾ കളക്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജർ വോളിയം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പേഷ്യൻസിന് ഹെഡ് ഏക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ നമ്മൾ സാധാരണ ബ്ലഡ് എടുക്കുന്ന പോലെ കുത്തിയിട്ട് ഇങ്ങനെ വലിക്കാന്ന് വിചാരിക്കണ്ട. അതിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു സെക്കൻഡിൽ 4-5 ഡ്രോപ്പ് CSF മാത്രമേ വരാവൂ. ആ ഒരു രീതിയിൽ വളരെ സ്ലോലി, വളരെ കെയർഫുള്ളി ആയിട്ട് നമ്മൾ ഡോക്ടേഴ്സ് കെയർഫുള്ളി ആയിട്ടാണ് സാമ്പിൾ ഡോക്ടേഴ്സ് എടുക്കുക. ഇത് നമ്മളിപ്പം ലാർജ് ഇപ്പം നമ്മൾ പറഞ്ഞു 3 to 5 ml എടുക്കാവുന്ന പറയും. ഇപ്പം നമ്മൾ ലാർജർ വോളിയം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യന്റിന് ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സെറിബെല്ലം ഈ ഫൊറാമൻ മാഗ്നത്തിലേക്ക് അങ്ങ് പുൾ ഡൗൺ ചെയ്യും. അതായത് എന്ത് ചെയ്യും, സെറിബെല്ലം അങ്ങ് ഇരുന്നു പോകും. ദെൻ അങ്ങനെ എന്തിലേക്ക് ലീഡ് ചെയ്യാം, ഇത് നമ്മുടെ മെഡുല്ലേനെ കംപ്രസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ലാർജർ വോളിയം അറ്റ് എ ടൈമിൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വളരെ സ്മോൾ വോളിയം മാത്രമേ എടുക്കാവൂ. അത് തന്നെ 4 to 5 ഡ്രോപ്സ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഈ ഒരു സാമ്പിൾ നമ്മൾ എടുക്കാവൂ. ഓക്കെ, ദെൻ നമ്മൾ സാധാരണ ബ്ലഡ് എന്താണ് ചില സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും കുത്തും അല്ലെ. ഇത് അങ്ങനെയൊന്നും കിട്ടാൻ പാടില്ല. ഒരു വൺസ് നിങ്ങൾ കുത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മളല്ല എടുക്കാറുള്ളത്, ഡോക്ടേഴ്സാണ് എടുക്കാറുള്ളത്. ദെൻ എന്താണ്, ഒരു പ്രാവശ്യം സാമ്പിൾ എടുത്ത് വീണ്ടും തികഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ മാക്സിമം 5 ml വരെ എടുക്കുക. 4 to 5 ഡ്രോപ്സ് പെർ സെക്കൻഡ് നല്ല രീതിക്ക് ക്ഷമയോട് കൂടി തന്നെ എടുക്കുക. ഈ എടുക്കുന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് എന്തായിരിക്കും വെച്ചാൽ നല്ല പെയിൻ ആയിരിക്കും, നല്ല വേദനയായിരിക്കും പേഷ്യൻസിന് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഈ ഒരു രീതിയിൽ പേഷ്യന്റിനെ ബെൻഡ് ചെയ്തിരുത്താണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്, നേരിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരാള് പേഷ്യന്റിന്റെ കാല് രണ്ടും പിടിച്ചു വെക്കും. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും, ഈ ഷോൾഡറിന്റെ 2 സൈഡിലും പിടിച്ചു വെക്കും. ദെൻ ഡോക്ടർ വളരെ സാവധാനത്തിൽ കുത്തിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പെയിനുള്ള പരിപാടിയായിരിക്കും. ഓക്കെ,
ഈ നമ്മളെ സിറ്റിംഗ് പൊസിഷൻ നമ്മൾ തിയററ്റിക്കലി പറയുന്നുള്ളൂ, പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ഒന്നുമല്ല ഈ സിറ്റിംഗ് പൊസിഷൻ. കാരണം എന്താണ്, ഈ പേര് വരുന്ന സമയത്ത് ആരും പെട്ടെന്ന് ഞെട്ട് എണീക്കും. അന്നേരം ഈ ലംബാർ പങ്ക്ചർ ഒന്നും നല്ല രീതിയിൽ പെർഫോം നടക്കത്തില്ല. അങ്ങനെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കടന്നിട്ടുള്ള പൊസിഷനാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. നമുക്കറിയാം ഈ CSF നമ്മൾ മെയിൻ ആയിട്ട് 3 ട്യൂബ്സിലേക്കാണ് എടുക്കുക. അതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചാണെന്ന് തോന്നുന്നു അല്ലെ. 3 ട്യൂബിലേക്കാണ് എടുക്കുക. ഫസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡ്രോപ്സ് ഓഫ് CSF മാത്രമേ എടുക്കൂ. അത് നമ്മൾ മെയിൻ ആയിട്ട് ബാക്ടീരിയ കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. രണ്ടാമത്തെ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2.5 to 3 ml ആണ് യൂസ് ചെയ്യുക. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ സെൻട്രിഫ്യൂജ് ചെയ്ത് 2500 RPM 10 മിനിറ്റ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിന്റെ സൂപ്പർനെറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോകെമിക്കൽ എക്സാമിനേഷനും ദെൻ സെഡിമെന്റ് എടുത്തിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. അതായത് ഗ്രാം സ്റ്റെയിൻ ചെയ്യാം, AFB ചെയ്യാം, ലീച്ച്മാൻ സ്റ്റെയിൻ, ദെൻ നെഗറ്റീവ് സ്റ്റെയിൻ ഒക്കെ യൂസ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ ട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ml എടുത്തിട്ട് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി എടുത്ത് വെക്കുകയാണ് ചെയ്തത്. ദെൻ നമ്മൾ ലംബാർ പങ്ക്ചർ അല്ലാണ്ട് വേറെയും അതർ മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് സിസ്റ്റ്യാനൽ പങ്ക്ചർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലാറ്ററൽ സെർവൈക്കൽ പങ്ക്ചർ ഉണ്ട്. ഈ സിസ്റ്റ്യാനൽ പങ്ക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റ്യാനൽ മാഗ്നറ്റിൽ നിന്ന് നമ്മൾ CSF എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇതും എന്താണ് കുറച്ച് നല്ല പെയിൻഫുൾ ഉള്ള കണ്ടീഷൻ ആണ്. ഇതൊക്കെ നമ്മൾ സിവിയർ കേസ് മീൻസ് നമുക്ക് ലംബാർ പങ്ക്ചർ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നോക്കാത്തുള്ളൂ. ഇതിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലംബാർ പങ്ക്ചർ മെത്തേഡാണ്. ദെൻ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് CSF നമ്മൾ എന്ത് പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇൻക്യുബേറ്ററിലേക്ക് എടുത്തു വെക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലേക്ക് എടുത്തു വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും CSF റെഫ്രിജറേറ്ററിലേക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മളെ പ്രൈമറി പാത്തജൻസ് ആയിട്ട് വരുന്ന ന്യൂമോകോക്കെ, മെനിഞ്ചോകോക്കെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി ഡെലിക്കേറ്റ് ഓർഗാനിസംസ് ആണ്. ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ ഓർഗാനിസം ഡെത്ത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും CSF സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഡിലേ ഉണ്ടെങ്കിൽ എവിടെ വെച്ചോളാം, ഇൻക്യുബേറ്ററിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ആസെറ്റ് ആയിട്ട് വെച്ചോളാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിലേ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഡിലേ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ടിന് വേണ്ടി നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയാസ് യൂസ് ചെയ്യുക. അതായത് 1% ഗ്ലൂക്കോസ് ബോത്ത്, അല്ലെങ്കിൽ സ്റ്റുവർട്ട്സ് ട്രാൻസ്പോർട്ട് മീഡിയ, അല്ലെങ്കിൽ അമീസ് ട്രാൻസ്പോർട്ട് മീഡിയ ഒക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മീഡിയാസ്. ഒരു കാരണവശാലും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്ത് വെക്കാൻ പാടില്ല, ഐസ് ബോക്സ് ഒന്നും ഇട്ട് വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല. ആസ് സച്ച് നോർമലി ട്രാൻസ്പോർട്ട് ചെയ്തോളാം. ഒരിക്കലും ടെമ്പറേച്ചർ ഒന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. ദെൻ നമ്മൾ സാമ്പിൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നോക്കുന്നു. ഈ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് CSF കളർ മീൻസ് അപ്പിയറൻസ് നോക്കാം. അതായത് ക്ലിയർ ആണോ, ടർബിഡ് ആണോ, അല്ലെങ്കിൽ ക്ലൗഡി ആണോ നോക്കാം. അതെന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രിസംപ്റ്റീവ് ഡയഗ്നോസിസ് കിട്ടും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി പുർലൻഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ദെൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് മേ ബി വൈറൽ മെനിഞ്ചൈറ്റിസ് ഓർ ട്യൂബർക്ലോയിഡ് മെനിഞ്ചൈറ്റിസ് ഓർ ഫംഗൽ മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പം പുർലൻഡ് ആവുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് പസ്റ്റൽസ് ഉണ്ടാവാം. ചില സമയത്ത് എന്തുണ്ടാവും, ബ്ലഡ് ടിൻജഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തുണ്ടാവും, ക്ലോട്ട്സ് ഉണ്ടാവാം. ഇപ്പൊ നോർമൽ CSF നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കളർലെസ് ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോബിയൽ ഫ്ലോറ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ക്ലിയറും കളർലെസ്സും ആയിരിക്കും. ദെൻ ചില കേസിൽ എന്തായിരിക്കും, ഇത് പുർലൻഡ് അല്ലെങ്കിൽ ക്ലൗഡി അപ്പിയറൻസ് ഉണ്ടാവും. ഈ ക്ലൗഡി അപ്പിയറൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പസ്റ്റൽസിന്റെ എമൗണ്ട് കൂടുന്ന സമയത്താണ് ഇത് ക്ലൗഡി അപ്പിയറൻസ് കാണപ്പെടുന്നത്. ഈ പസ്റ്റൽസിന്റെ എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ ദാറ്റ് മേ ബി എന്തായിരിക്കാം, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഒക്കെ, ദാറ്റ് ഈസ് അക്യൂട്ട് പയോജനിക് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആയിരിക്കാം മെയിൻ ആയിട്ട് പസ്റ്റൽസിന്റെ എമൗണ്ട് കൂടുന്ന സമയത്ത്. ഓക്കെ, ചില സമയത്ത് CSF എന്തുണ്ടാവും, ബ്ലഡ് ഉണ്ടാവും. അതെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രോമാറ്റിക് ലംബാർ പങ്ക്ചറിലേക്ക്, അതായത് നമ്മൾ സാമ്പിൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലഡ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഹെമറേജ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടാം, ബ്ലഡ് CSF കിട്ടാം. ചില CSF-നകത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോട്ട് കാണാൻ പറ്റും. ഈ ക്ലോട്ട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹൈ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ആയിരിക്കും, അതിൻ്റെ അകത്ത് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഫൈബ്രിനോജനും ഉണ്ടെങ്കിലായിരിക്കും ക്ലോട്ട് ഉണ്ടാവാം. ദെൻ അത് കൂടാണ്ട് നമ്മുടെ ഈ CSF ഇങ്ങനെ റൂം ടെമ്പറേച്ചർ കുറെ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു കോബ് വെബ് ലൈക്ക് അപ്പിയറൻസ് ക്ലോട്ട് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം നമുക്ക് പറയാം ദാറ്റ് മേ ബി ട്യൂബർക്ലോയിഡ് മെനിഞ്ചൈറ്റിസ് ആയിരിക്കും. ഈ ഒരു ഇമേജസ് ആണ് ട്യൂബർക്ലോയിഡ് മെനിഞ്ചൈറ്റിസ് ആണെങ്കിലായിരിക്കും ഈ ഒരു കോബ് വെബ് ലൈക്ക് അപ്പിയറൻസ് ക്ലോട്ട്, അതായത് നമ്മുടെ ഈ ചിലന്തി വല കെട്ടിയ പോലുള്ള ഒരു അപ്പിയറൻസ് കാണാൻ പറ്റും ഈ ഒരു ക്ലോട്ടിനകത്ത്. എന്നാൽ ചില സമയത്ത് എന്തായിരിക്കും, സാന്തോക്രോമിക് CSF ആയിരിക്കും, അതായത് യെല്ലോ കളേർഡ് CSF ആയിരിക്കും. ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും സബ് അരക്കിനോട് ഹെമറേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ സിവിയർ ജോണ്ടിസ് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്പൈനൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവുക. ആ ഒരു സമയത്തായിരിക്കും മെയിനായിട്ട് CSF ഒരു യെല്ലോയിഷ് CSF ആയിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ഇതിന്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡയറക്റ്റ് വെറ്റ് മൗണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇത് വെറ്റ് മൗണ്ട് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ ഓഫ് പസ്റ്റൽസ് ഉണ്ടോ നോക്കണം, ബാക്ടീരിയ ഉണ്ടോ നോക്കണം, ദെൻ RBCs ഉണ്ടോ നോക്കണം.
ഇത് മൂന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് വെറ്റ് മോഡ് നോക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് സൈറ്റോളജിക്കൽ സ്റ്റഡീസിനും വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ നമ്മൾ വെറ്റ് മോഡ് നോക്കുന്ന സമയത്ത് ന്യൂട്രോഫിൽസിന്റെ പ്രൊഡോമിനൻസ് ആണ് കൂടുതലെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം, that may be pyogenic or bacterial meningitis എന്ന് പറയാം. ഇനി അതല്ല ലിംഫോസൈറ്റ്സിന്റെ എമൗണ്ട് കൂടുതലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയാം. Then tuberculosis meningitis ആവുന്ന സമയത്ത് 90% ലിംഫോസൈറ്റ്സ് ആയിരിക്കും, റിമൈനിങ് 10% മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് കാണപ്പെടുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽ കൗണ്ട് നോക്കുന്നു. ഈ സെൽ കൗണ്ട് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് നോക്കുന്നത് വെച്ചാൽ, ഈ നമ്മൾ WBC ഉണ്ട് എന്ന് പറഞ്ഞു, ഇത് പസ്സൽസ് ആണോ അതല്ല ലിംഫോസൈറ്റ്സ് ആണോ എന്ന് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് സെൽ കൗണ്ട് നോക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇത് നോക്കുന്ന സമയത്ത് നമ്മുടെ മാക്രോസ്കോപ്പി എക്സാമിനേഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, നല്ല പുർലന്റ് അല്ല, സ്ലൈറ്റ്ലി ക്ലൗഡ്നെസ് അല്ലെങ്കിൽ ക്ലിയർ ആണ്. ദെൻ അതേ സമയത്ത് നമ്മൾ ഗ്രാം സ്റ്റേജ് നോക്കുന്ന സമയത്ത് എന്തും കാണുന്നില്ല, ഈ ബാക്ടീരിയയുടെ ഒന്നും കാണുന്നില്ല, പസ്സലും കാണപ്പെടുന്നില്ല, ബാക്ടീരിയനും കാണപ്പെടുന്നില്ല. അത് നമ്മൾ ഒന്നും കൂടി കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ സെൽ കൗണ്ട് നോക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒന്നെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സൺസെൻട്രിഫ്യൂജ്ഡ് ആയിട്ടുള്ള എന്തെടുക്കുക, CSF സാമ്പിൾ എടുക്കുക. അത് നമ്മൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. നമ്മൾ ഒന്നെങ്കിൽ കൗണ്ടിങ് ചേമ്പറിലേക്ക് ചാർജ് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് ഫിഷ് റോസൻഡാൽ കൗണ്ടിങ് ചേമ്പർ എടുക്കാം, അല്ലെങ്കിൽ ന്യൂബോർ കൗണ്ടിങ് ചേമ്പർ എടുക്കാം, അല്ലെങ്കിൽ ബർക്കർ റൂൾഡ് കൗണ്ടിങ് ചേമ്പർ എടുക്കാം. ഇത് കൗണ്ടിങ് ചേമ്പർ നിങ്ങൾ പഠിച്ചാണ്. ഈ ഏതെങ്കിലും ഒരു കൗണ്ടിങ് ചേമ്പറിനകത്തോട്ട് നമ്മൾ അൺസെൻട്രിഫ്യൂജ്ഡ് ആയിട്ടുള്ള CSF സാമ്പിൾ നമ്മൾ ചാർജ് ചെയ്യുക. ഇത് മെയിൻ ആയിട്ട് എന്തിനാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിപ്പം അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ആണോ ഇനി അതല്ല ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണോ നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് സെൽ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ CSF നോക്കുന്ന സമയത്ത് 0 to 5 ല്യൂക്കോസൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, മെയിൻ ആയിട്ട് ലിംഫോസൈറ്റ്സ് ഉണ്ടാവുക. ദെൻ നിയോനേറ്റ്സിൽ നോക്കുന്ന സമയത്ത് അപ് ടു 30 ല്യൂക്കോസൈറ്റ്സ് പെർ മില്ലിമീറ്റർ മെയിൻലി പോളിമോർഫ്സ് ആയിരിക്കും കാണപ്പെടുക. ദെൻ ഇനി അതല്ല പുർലന്റ് മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 500 to 3000 WBCs കാണാൻ പറ്റും. അതിൽ തന്നെ എന്തായിരിക്കും, ഹൈ എമൗണ്ട് ഓഫ് PMN സെൽസ് ആയിരിക്കും. Then aseptic meningitis ആകുന്ന സമയത്ത് 10 to 50 WBC മാത്രമേ ഉണ്ടാവൂ. അതിൽ തന്നെ എന്തായിരിക്കും, ഹൈ എമൗണ്ട് ഓഫ് ലിംഫോസൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. Then tuberculosis meningitis ആണെങ്കിൽ 100 to 500 WBCs കാണാം. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും, ഹൈ എമൗണ്ട് ഓഫ് ലിംഫോസൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. Then third one is the Indian preparation അല്ലെങ്കിൽ കൊല്ലൻ റിയാക്ഷൻ. ഇത് മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സൂൾ ഡെമോൺസ്ട്രേഷൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൊല്ലൻ റിയാക്ഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSFന്റെ സെഡിമെന്റ് എടുക്കുക. then അതിൻ്റെ അകത്തേക്ക് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന പാത്തജന്റെ ആന്റിസിർ ആഡ് ചെയ്യുക. then എന്ത് ചെയ്യുക, 1 drop of saturated aqueous മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയിട്ട് എന്ത് കാണാൻ പറ്റും, ക്യാപ്സൂൾ ഇങ്ങനെ സോളൻ ആയിട്ടിരുന്നത് കാണാൻ പറ്റും. അതായത് ഈ ഒരു രീതിയിൽ ക്യാപ്സൂൾ സോളൻ ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഫോർത്ത് വൺ ഇസ് ദ ഗ്രാം സ്റ്റേജ് ചെയ്ത് നോക്കും. നമ്മൾ ഗ്രാം സ്റ്റേജ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന സ്ലൈഡിന് പ്രത്യേകത ഉണ്ട്. ഒന്നെങ്കിൽ ആൽക്കഹോൾ ഡിപ്ഡ് ആൻഡ് ഫ്ലെയിംഡ് ആയിട്ടുള്ള സ്ലൈഡ് എടുക്കുക, അല്ലെങ്കിൽ ഓട്ടോക്ലേവ്ഡ് ആയിട്ടുള്ള സ്ലൈഡ് എടുക്കാം. ആ സ്ലൈഡ് കാരണം എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും ഓർഗാനിസംസ് ഇതിനകത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്രയും നല്ല സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ലൈഡിന് ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങൾ പറയുന്നത്. ഒന്നെങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂജ്ഡ് ഡെപ്പോസിറ്റ് എടുക്കുക, അല്ലെങ്കിൽ അൺസെൻട്രിഫ്യൂജ്ഡ് സാമ്പിൾ എടുക്കുക. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെർബിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നല്ല ടെർബിഡ് ആയിട്ടുള്ള CSF ആണെങ്കിൽ നമുക്ക് അൺസെൻട്രിഫ്യൂജ്ഡ് ആയിട്ടുള്ള സാമ്പിൾ എടുക്കാം. ഇനി ടെർബിഡിറ്റി വളരെ കുറവല്ല, ടെർബിഡിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സെൻട്രിഫ്യൂജ് ചെയ്ത് ഡെപ്പോസിറ്റ് എടുത്തിട്ട് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെഡിമെന്റ് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത സെഡിമെന്റ് ഒരിക്കലും ഈ ഒരു സ്ലൈഡിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. കാരണം സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഒന്നാമത് ഓർഗാനിസം വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ദെൻ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്പ്രേ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ വയർ ലൂപ്പ് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. Then acid fast staining ചെയ്യാം നമ്മൾ tuberculosis meningitis സസ്പെക്ട് ചെയ്യുന്ന കേസിലും. പിന്നെ അതുപോലെ തന്നെ സീലൻസൺ സ്റ്റെയിനിങ് ആണ് നമ്മൾ കോമൺലി ചെയ്യാറുള്ളത്. പിന്നെ ഫ്ലോറസൻ സ്റ്റെയിനിങ് ആയിട്ട് അക്രഡിൻ ഓറഞ്ച് ഒക്കെ നമുക്ക് ചെയ്യാം. ഈ അക്രഡിൻ ഓറഞ്ച് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് വളരെ ചെറിയ ഓർഗാനിസം, കുറച്ച് നമ്പർ ഓഫ് ഓർഗാനിസംസ് കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോറസൻ സ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതാവുക. ഇതിന്റെ കേസിൽ ബാക്ടീരിയ ആണെങ്കിൽ ബ്രൈറ്റ് ഓറഞ്ച് കളറിലും, ദെൻ സെൽസും ഡബ്രിസ് ഒക്കെ ആണെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ കളറിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. Then dark ground microscopy എടുക്കാം. അതായത് മെയിൻ ആയിട്ട് ലെപ്റ്റോസ്പൈറൽ മെനിഞ്ചൈറ്റിസ് സസ്പെക്ട് ചെയ്യുന്ന കേസിൽ മാത്രമേ നമ്മൾ ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പി എടുക്കുന്നുള്ളൂ. അങ്ങനെ ലെപ്റ്റോസ്പൈറൽ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്രിത്ത് ഓഫ് മീഡിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനോക്കുലേഷൻ ചെയ്യുകയും കൂടി ചെയ്യും. ഇത്രയാണ് നമ്മുടെ ഇതിന്റെ CSFന്റെ കളക്ഷൻ, ട്രാൻസ്പോർട്ട്, മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനകത്ത് വരുന്നത്. ഓക്കെ.